കാശടച്ചോ? ആ, അടച്ചു. എവിടെയാ അടച്ചത്? ബാങ്കിലോ അതോ ഫോറസ്റ്റ് ഓഫീസിലോ? നുണ പറയാനും പഠിച്ചല്ലേ? പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? എൻ്റെ കൂടപ്പിറപ്പായി പോയില്ലേ? കൂടപ്പിറപ്പ് ഏത് നേരം പെങ്ങളെയും കുടുംബത്തെയും കുറിച്ച് പറയാനേ നേരമുള്ളൂ. പെങ്ങളെ സ്നേഹിച്ചോ, സഹായിച്ചോ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് സ്നേഹമല്ല, ഭ്രാന്താ. കഷ്ടപ്പാടും സങ്കടമൊക്കെ നിങ്ങളുടെ പെങ്ങൾക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്കും ഉണ്ട്. അവക്കൊരു ആപത്ത് വരുമ്പോ പിന്നെ ഞാൻ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നത്? എന്ത് ആപത്ത്? അവരെല്ലാം അപകടത്തിൽപ്പെട്ടോ? അതുപോലെ രോഗം വന്ന ആശുപത്രിയിലായോ? സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കയറ്റിയ വണ്ടിയിൽ കള്ളും കഞ്ചാവും കടത്തുന്ന ഒരുത്തനെ കുടുംബത്തെ കയറ്റുമ്പോൾ ആലോചിക്കണമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇനിയിപ്പം അത് പറഞ്ഞിട്ട് എന്നാ കാര്യം? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. തെറ്റുപറ്റിയത് എനിക്കാ. എന്റെ വയ്യായിക്ക് എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ എനിക്കൊരു ജീവിതം തന്നപ്പോ ഞാൻ നിങ്ങളുടെ ജീവിതം തന്നെ സ്നേഹിച്ചു പോയി. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, രോഗമുള്ള നിശ്ചയം കിട്ടിയത് സ്നേഹം കൊണ്ടൊന്നുമല്ല. നീ വെറുതെ ഇല്ലാ വചനം പറയല്ലേ? വായി നീ വീണാ പിന്നെ എടുക്കാൻ ഒക്കല്ല. എന്താ പറഞ്ഞാല് നിങ്ങളത് രോഗം മുതലെടുത്തു. എനിക്കിത് കൊച്ചും കുടുംബജീവിതമൊക്കെ ഇച്ചാന്റെ ഔദാര്യമാണല്ലോ. അപ്പൊ പിന്നെ എന്തും ചെയ്യാം. എന്ത് ചെയ്താലും ഞാനൊരു അടിവയെ പോലെ ഇവിടെ ജീവിച്ചോളെന്ന് ഇച്ചാൻ അറിയാം. അതുകൊണ്ടല്ലേ ഉള്ള സ്വത്ത് മൊത്തം പെങ്ങൾക്ക് കൊടുത്തത്. ഉള്ള വീടും പറമ്പും അളിയെ രക്ഷിക്കാൻ ബാങ്കിന് കൊടുത്തു. വന്നവരും പോകുന്നവരും ഓരോ സഹായം ചോദിച്ച് കൈ നീട്ടുമ്പോ കയ്യിലുള്ളവർക്ക് നാട്ടുകാർക്കും കൊടുത്തു. ഇച്ചാൻ എനിക്ക് കൊച്ചിനെ എന്താ തന്നത് പറ? ഇനി ആകെയുള്ളത് ഈ ഒരു കെട്ടുതാലിയാ. ഇതും വേണോ? എടുത്തോ. വലിയ സഖാവെന്ന് പറഞ്ഞ് നാട് നന്നാക്കാൻ നടക്കുന്നല്ലാതെ എനിക്ക് മാറി കൊടുക്കാൻ ഒരു സാരി ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന മോന്റെ സ്കൂൾ ഫീസ് ഇതുവരെ അടച്ചിട്ടില്ല. നീ ഒന്ന് ക്ഷമിക്കേ. എനിക്ക് ഇത്രയുടെ സമയം എന്താ? ഞാൻ എല്ലാം ശരിയാക്കാം. സമയം 8-10 കൊല്ലായില്ലേ? ഇത്ര സമയം പോരെ? എല്ലാം ശരിയായില്ലേ? നീ കെട്ടും കിടക്കായിട്ട് റോഡിലോട്ട് ഇറങ്ങാം, എന്നിട്ട് തെണ്ണ. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? പെങ്ങളെ മാത്രം മതിയായിരുന്നു. പിന്നെ എന്തിനാ എന്നെ കെട്ടിയത്? അവളെ കെട്ടിപ്പിടിച്ചങ്ങ് കിടന്നാ പോരായിരുന്നോ? അനാവശ്യം പറയുന്നു. മനുഷ്യൻ വേണ്ടെന്ന് വെക്കുമ്പോ അല്ലെങ്കിൽ തന്നെ തല തീ പിടിച്ച് നിൽക്കോ? അപ്പോഴോ കാര്യം പറ. എവിടെയാ മോനെ? അവിടെ രണ്ട് ചെവിയും പൊത്തിക്കൊണ്ട് അപ്പനമ്മച്ചെ കൊന്നു എന്റെ മോങ്ങട്ടം വിളിച്ച് പറഞ്ഞപ്പോ ചങ്ക് തകർന്നു പോയി സാറേ. എന്റെ ആന പോയപ്പോ എന്റെ ബന്ധങ്ങളെല്ലാം അറ്റുപോയി സാറേ.
അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മുറിഞ്ഞു പോയി. ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളാണെന്നാണ് പറയാറ്. ഒന്നോർത്ത ബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സാറേ നല്ലത്. ഇപ്പോഴാണ് നല്ലത്. ഇവിടെ ആകുമ്പോൾ ഈ താക്കോലിൻ്റെ ഒരു ബന്ധനം മാത്രമല്ലേ ഉള്ളൂ. മേശ്ശേരി, സർ, ഞാൻ അലക്സിനോട് സന്തോഷ വാർത്തയായിട്ടാണ് വന്നത്. എന്നാ സാറേ? മേശ്ശേരി, നിങ്ങൾക്ക് പരോള് ശരിയായി. മുകളിലൊക്കെ നല്ല പിടിപാടാണല്ലേ? മുകളിലൊന്നും ഒരു പിടിപാടുമില്ല സാറേ. ഉള്ളതാണോ? ഓർഡർ എത്തിയിട്ടുണ്ട്, നാളെ പോവാം. കൃഷ്ണനാരെ, എനിക്ക് പരോളായി കേട്ടോ. മേശ്ശേരി, ജയിലിലെ ഗണപതി ഭഗവാൻ ഒരു തേങ്ങ ഉടക്കണേ, നേർച്ചയുള്ളതാണേ. ഓ പിന്നെന്നാ എടാ അറിയുന്ന എനിക്ക് പരോളായി മോനസേ. എടാ കൊട്ടാരം, എടാ അണി, എനിക്ക് പരോളായി. അപ്പൊ നാളെ പോവാം. സാറേ ഉള്ളതന്നല്ലേ? കളിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ലേ? സന്തോഷമായി സാറേ. അലക്സിന്റെ പോലീസ് റിപ്പോർട്ട് അനുകൂലമായത് ഏതായാലും നന്നായി. മേശ്ശേരിയുടെ വിശ്വാസ്യതയും നല്ല നടപ്പും പിന്നെ നമ്മുടെ സപ്പോർട്ട് ഇതിന് തുണയായി. റൈറ്റ്. ആ വിനോദ്, ഫയലുകളൊക്കെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. നടപടികളെല്ലാം പൂർത്തിയാക്കി അയാളെ വേഗം വിട്ടോളൂ. സാർ, വേജസിന്റെ വിവരങ്ങളെല്ലാം അക്കൗണ്ട്സിലേക്ക് അയച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് പാസ്സാക്കി തുക അലക്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ സാർ. ആ മേശ്ശേരി, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇന്ന് പരോളിറങ്ങും അല്ലേ? നന്ദി. ആ കിളി, മേശ്ശേരിയുടെ സിവിൽ അങ്ങ് എടുത്തു കൊടുക്ക്. സി 101. ഓ, 101. ആ ഇവിടെ ഒന്ന് ഒപ്പിട്ടേരെ. മേശ്ശേരി, ഓ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. സാറന്മാർ അന്വേഷിക്കില്ലേ? അതിനൊരു ഐഡിയ ഉണ്ട്. വീട്ടിൽ ചെന്നിട്ട് ജയിലറെ വിളിച്ച് ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ മതി. എത്ര കാലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇനി മതി. അല്ലെങ്കിൽ ആർക്ക് വേണ്ടി എങ്ങനെ സമ്പാദിക്കുന്നേ? ഇതിന് കുറവൊന്നുമില്ലല്ലോ സാർ. ചിലപ്പോ 1-2 കിളികൾ പുറത്തു പോകും. കിളി തിരിച്ചു വന്ന നോർമലാ. ഇപ്പൊ കിളി പുറത്താ അല്ലേടാ? ഒന്ന് എൻ്റെ ഒന്ന് സാറിൻ്റെയും. ഞാൻ പോയിച്ചോണ്ടുമ്പോ എന്നാ കൊണ്ടുവരണ്ടേ? ഇതുപോലെ റേഞ്ചുള്ള ഒരു മൊബൈൽ കൊണ്ടെത്തരൂ. ചോദിച്ച അബദ്ധമല്ലോ സാറേ. ഇവനോട് സംസാരിച്ച് നിൽക്കാതെ മേശ്ശേരി ചെല്ലാൻ നോക്കും. എന്നാലും അങ്ങനെ ആട്ടെ. ഓ ആ ക്യാമ്പിലേക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ? നടപടികൾ എത്രയും വേഗത്തിലാക്കണം. വെച്ച് ലേറ്റാക്കരുത്. ആ അലക്സേ, എന്നാ സാറേ വിളിപ്പിച്ചേ? ആരായി അബ്ദു? നാട്ടിലെ എൻ്റെ ഒരു കൂട്ടുകാരനാ. അയാളൊരു വിവരം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചു. കുറച്ചു മുമ്പ് അത് കൺഫേം ചെയ്തു. അലക്സ് വിഷമിക്കരുത്. ഇന്ന് രാവിലെ അലക്സിൻ്റെ പെങ്ങൾ കത്രീന മരിച്ചു. ഇന്ന് തന്നെ അടക്കുന്നതാണ് അബ്ദു പറഞ്ഞത്. എസ്കോട്ട് വരാനുള്ള അപേക്ഷ എഴുതിയിട്ടാണ്. എന്നിട്ട് അലക്സ് പോയി പെങ്ങളെ കണ്ടിട്ടു. ഹലോ. ആ സാർ, ഓക്കെ ഓക്കെ ശരി സാർ. അത് എസ്കോർട്ട് ഡ്യൂട്ടിക്ക് ഇന്ന് ക്യാമ്പിൽ നിന്ന് ആളെ കിട്ടുമെന്ന് തോന്നുന്നില്ല. രാഷ്ട്രപതിയുടെ സന്ദർശനമാണ് കാരണം. അലക്സ്,
അപ്പം പിന്നെ എസ്കോട്ട് പരോള് റദ്ദാക്കാനേ നിവർത്തിയുള്ളൂ. അപ്പൊ പിന്നെ എൻ്റെ കത്രീനെ കൊച്ചിനെ ഒന്ന് കാണാൻ പറ്റിയല്ലേ സാറേ? എന്നെ ഒന്ന് അവളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റത്തില്ലല്ലേ? ഒരു പിടി മണ്ണ് പോലും വാരിയിടാൻ ഒക്കത്തില്ല. എന്താണ്ടാ സുഖം സർ. ഇപ്പോഴും ഉണ്ടോടാ നിന്റെ പഴയ പരിപാടിയൊക്കെ? ആരാ മനസ്സിലായില്ല? ഡോക്ടറെ, ഇവന് എൻ്റെ ഡോസ് കുറച്ച് കൊടുത്താൽ മതി. പറയുമല്ലേ സാർ? സാറേ, എൻ്റെ പെങ്ങള്. ഞാൻ അറിഞ്ഞു. തടവുകാരുടെ വിഷമങ്ങൾ ഒരു പരിധിവരെ ഞങ്ങളെയും വിഷമിപ്പിക്കാറുണ്ട്. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പരിധിക്കപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അലക്സിനെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. സാർ, അലക്സിനെ ഒരിക്കൽ കൂടി പരോൾ ബോർഡിൽ വെച്ചാലോ? അഡ്വൈസറി ബോർഡിൽ പാസ്സാവുന്നതാവട്ടെ. നോക്കാം. നടക്കുമോ സാറേ? ഒരു പ്രാവശ്യം നടക്കാതെ പോയതല്ലേ? നടക്കും. ബി പോസിറ്റീവ്. പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഒന്നുകൂടി അയക്കണം. യെസ് സർ. അലക്സിൻ്റെ നിന്ന് ഒരപേക്ഷ കൂടെ വാങ്ങിച്ചോളൂ. ശരി സർ. എല്ലാം ശരിയാവുന്നേ. ആ, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആഹാ, അലക്സിന്റെ പോലീസ് റിപ്പോർട്ട് അനുകൂലമാണല്ലോ. മേശ്രി, ഇന്നിനി യാത്ര പറയാൻ നിൽക്കണ്ട, ഒക്കോ. സാറേ, 4 പേര് കൂടാതെ 5 മെഡിക്കൽ കോളേജ്, 1 ഞാൻ. 10 പേരുടെ എണ്ണം കുറച്ചേക്കണേ. ഓക്കെ, ശരി. നാളെ ആണിക്കും സൽമാനും കേസുള്ളത് മറന്നു പോലെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ വരട്ടെ. ശരി എന്നാ. സാറേ. ആ, അലക്സേ, ഇതാ ഇവിടെ ഒപ്പിട്. എന്താടാ ഇത്തവണ പാട്ടമ്പകളൊന്നും ഇല്ലേ? ഇല്ല സാറേ. അലക്സേ, ഓ, തിരിച്ചു കയറാനുള്ള ഡേറ്റ് മറക്കണ്ട. ഓ. അടുത്ത മാസം 10-ാം തീയതി 5 മണിക്ക് മുൻപ്. പിന്നെ കേസിലൊന്നും പെടാതെ സൂക്ഷിച്ചോണം. ഓ, എന്നാ വരട്ടെ സാറേ. സാറേ, ഞാൻ അലക്സ് പരോളിൽ ഇറങ്ങിയതാ. ഒപ്പിടാൻ വന്നതാ. ആ, പഴയ അടിവാരം കേസ്. ആദ്യത്തെ എസ് ഐ സാറിനെ കണ്ടിട്ട് വാ, എന്നിട്ട് ഒപ്പിടാം. ഓ, ഓക്കെ, ഞാൻ വിളിക്കാം. അലക്സ്, ആ, ജയിലിലെ നല്ല അടപ്പ് ഇവിടെ നാട്ടിലും കണ്ടേക്കണം. ഓ, വെറും 15 ദിവസം മാത്രമേ ഉള്ളൂ, അറിയാലോ? അറിയാം സാർ. കേസുമായി ബന്ധപ്പെട്ട ആരുമായിട്ടും യാതൊരു പ്രശ്നം ഉണ്ടാക്കിയേക്കരുത്. ഓ, എന്നാ ഒപ്പിട്ട് വയ്ക്കും.
അലക്സേ, നീ എന്താ ഒന്ന് വിളിച്ചു പറയാ പോലും ചെയ്യാണ്ട് വന്നേ? ഇതല്ലേ എൻ്റെ ഒരു ഭംഗി. ഹസീന, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. വാ, കേറി വാ. ഇതാരാന്ന് മനസ്സിലായ എനക്ക്? ഇല്ല. ഇത് നമ്മുടെ അലക്സാടി. ഇക്ക എപ്പോഴും നിങ്ങളെ പറ്റി പറയും. വാ, കേറിയിരിക്കേ. ഇരിക്കേ. ഇവിടെ ഇരിക്കേ. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കാം. എൻ്റെ ഒരകന്ന ബന്ധത്തിലുള്ളതാ. ബന്ധുക്കളെല്ലാവരും കൂടെ ആലോചിച്ച് പെട്ടെന്ന് അങ്ങോട്ട് നടത്തി. മോള് വാ. ഇവളെ മനസ്സിലായ? പിന്നെ കത്രീനയുടെ അതേ മുഖമല്ലേ അവൾക്ക്. നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. ആഹാ. കത്രീന മരിച്ച പിന്നെ വർഗീസ് മുഴുക്കുടിയനായി. വീട്ടിൽ തന്നെ വാറ്റും കുടിയും. എപ്പോൾ നോക്കിയാലും പോലീസുകാരും എക്സൈസുകാരും. പെങ്കൊച്ച അവിടെ നിർത്തിയാൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അവൻ്റെ ഈ പ്രവൃത്തി കാരണം മനം നൊന്നിട്ടായിരിക്കും കത്രീന പോയത്. ഇവിടെ വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരും. ഇവളെ കണ്ടിട്ട് തിരിച്ചു പോകും. മോളെ വാ. ഇതൊക്കെ അവളുടെ പണിയാ. അവൾക്ക് വേണ്ടി ഞങ്ങൾ ക്രിസ്മസും ഒക്കെ ആഘോഷിക്കും. എത്തിയ സഖാക്കള്. അതുകൊണ്ട് ഇന്നത്തെ കച്ചവടമൊക്കെ ഞങ്ങൾ പോന്നു. എന്റെ കാലിന് വയ്യാണ്ടായ പിന്നെ കച്ചവടമൊക്കെ ഉമ്മാരാണ് നോക്കണത്. ആ കാലിനിപ്പോ എങ്ങനെയുണ്ട്? നടക്കുമ്പോ നല്ല വേദനയുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഒന്ന് കുളിക്കണം. എന്നിട്ട് വേണം മോനെ കാണാൻ പോവാൻ. ആ പടെ 15 ദിവസമേ ഉള്ളൂ. എവിടെ പോണു നീ? ഇവിടെ നിന്നാ മതി. എന്നാ പിന്നെ നമുക്കൊന്ന് കൂടിയാലോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കണു. മരുന്ന് ബ്രാൻഡിയാക്കാം.